നേരത്തെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു. അതായത് നമ്മുടെ ഇൻറ്റിമസിയിലും സെക്ഷൽ റിലേഷൻഷിപ്പിലൊക്കെ ചേഞ്ചസ് വരുന്നു. അത് നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുക? എങ്ങനെയാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക? അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിലും അവരത് എങ്ങനെയാണ് എടുക്കേണ്ടത്? എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടത്? പല പുരുഷന്മാരുടെയും അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് അറിയില്ല ഈ പെരിമെനോപോസ് എന്താന്ന്, മെനോപോസ് എന്താണെന്ന് അറിയില്ല. കാരണം അവരാരും അവരുടെ അമ്മമാർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടിട്ടില്ല. ഇപ്പോഴത്തെ മനുഷ്യരാണ് അറ്റ്ലീസ്റ്റ് പീരീഡ്സിനെ പോലും കുറിച്ച് പോലും സംസാരിക്കുന്നില്ല. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ പാഡ് മേടിച്ചുകൊണ്ടിരുന്നത് ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞിട്ടൊക്കെ ആയിരുന്നു, ഒളിപ്പിച്ചിട്ടൊക്കെ ആയിരുന്നു. പണ്ട് അതിനു മുമ്പ് തുണി ഉപയോഗിക്കുന്ന കാലത്ത് തുണി ആരും കാണാതെ ഉണക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. കാരണം ഇത് എന്തോ ഭയങ്കര ഒരു സംഭവമാണെന്നാണ് എല്ലാവരും അത് എടുക്കുമ്പോഴൊക്കെ ഇപ്പൊ നമ്മൾ തുണി എടുക്കാനൊക്കെ പണ്ട് എടുക്കാനൊക്കെ അനിയന്മാരൊക്കെ പോകുന്നെങ്കിൽ ഉമ്മ ഇങ്ങനെ പറഞ്ഞയക്കും നമ്മളെ അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയാണ് അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പം അവർക്കറിയില്ല. അപ്പം നമ്മളിതിനെക്കുറിച്ച് അവരോട് പറയണം. പിന്നെ പെരിമെനോപോസിനെ കുറിച്ചിട്ടുള്ള ആർട്ടിക്കിൾസോ പുസ്തകങ്ങളോ ക്ലാസ്സുകളോ ഉണ്ടെങ്കിൽ ഒന്നിച്ചിട്ട് നിങ്ങൾ ഓൺലൈനാണെങ്കിൽ അറ്റൻഡ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, അറ്റൻഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കും അവർക്കും രണ്ടുപേർക്കും മനസ്സിലാവും ഇന്നതാണ് വിഷയം, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു സ്പേസായി അവിടെ. ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ ഇയാൾക്ക് മനസ്സിലാവും വെറുതെ അല്ല ഞാൻ ഇവളെ വിളിക്കുമ്പോൾ ഇവള് വരാത്തത്, വെറുതെ അല്ല ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇവള് പാത്രം കഴുകാൻ പോകുന്നത് എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്തിരിയെങ്കിലും ബുദ്ധിയുണ്ടെങ്കിൽ മറ്റേയാൾക്ക് മനസ്സിലാവും. അതല്ലെങ്കിൽ പൊതുവെ ദേഷ്യം വരാറാണ് പതിവ്. പിന്നെ ആൾക്കാർ അവളുടെ ഫോൺ ചെക്ക് ചെയ്യാൻ പോകും, വേറെ എന്തോ പ്രശ്നമുണ്ടോ നോക്കിയിട്ട്. അതല്ലെങ്കിൽ സ്കൂളിൽ ഗെറ്റ് ടുഗദറൊക്കെ ഇപ്പം ഉണ്ടല്ലോ, അപ്പൊ പണ്ട് പ്രണയം തോന്നിയ ജമീലയോടോ അല്ലെങ്കിൽ രമണിയോടോ അങ്ങോട്ടേക്ക് ഹായ് അയക്കാൻ തുടങ്ങും. അങ്ങനെയൊക്കെയാണ് പൊതുവെ സംഭവിക്കുന്നുള്ളത്. പക്ഷെ ഇങ്ങനെയാണിത് ശരിക്കും പറഞ്ഞാൽ അഡ്രസ്സ് ചെയ്യേണ്ടത്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ തമ്മിലിരിക്കുക. എവിടെ ഇരിക്കണം എന്ന് വെച്ചാൽ, പ്രശ്നങ്ങൾ ഉണ്ടായാൽ മറ്റു മനുഷ്യർ ശ്രദ്ധിക്കുന്ന അറിയാവുന്ന സ്ഥലങ്ങളിൽ ഇരിക്കുക. ലൈക്ക് കോഫി ഷോപ്പ് പോലെയുള്ള അല്ലെങ്കിൽ ബീച്ച് പോലെയുള്ള, ശബ്ദമുണ്ടാക്കിയാൽ മറ്റു മനുഷ്യർ നമ്മളും ബുദ്ധിമുട്ടും നാണക്കെടാവെന്ന് വിചാരിക്കുന്ന സ്ഥലങ്ങളിൽ പോയിട്ടിരിക്കുക. അവനവൻ്റെ വീട്ടിലിരുന്നിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കരുത്. ഓക്കെ, അങ്ങനെ കോഫി ഷോപ്പിലൊക്കെ പോയിട്ട് ഇരുന്നിട്ട് ഇതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുക. ഈ വിഷയം ഇങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയതാണല്ലോ, ഇതെൻ്റെ ഇങ്ങനെയുള്ള പ്രശ്നമാണ്, ഇതിന് നമുക്ക് ഇനി എന്താണ് അടുത്തത് ചെയ്യാൻ പറ്റുക, നമുക്ക് ഡോക്ടറെ ഒന്ന് കണ്ടാലോ. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് മാറ്റം വരാൻ പറ്റും. ലോ ലിബിഡോ ഉണ്ടാവും എന്നുള്ളതും വജൈനൽ ഡ്രൈനസ് ഉണ്ടാവും എന്നുള്ളതും ഒക്കെ സത്യം തന്നെയാണ്. പക്ഷെ ഇതിനൊക്കെ മരുന്നുണ്ട്. വജൈനൽ ഡ്രൈനസ് ഉണ്ടെങ്കിൽ അതിനൊക്കെ ജെല്ലൊക്കെ ഇല്ലേ, അതൊന്നും ഒരു വലിയ വിഷയമായിട്ട് ആക്കിയെടുക്കേണ്ട കാര്യമൊന്നുമല്ല. ലോ ലിബിഡോ ഉണ്ടെങ്കിൽ സ്നേഹമുള്ള ഭാര്യയും ഭർത്താവ് ആണ് എങ്കിൽ ചിലപ്പം ഒരു ടച്ച് മതിയാവും മറ്റേയാൾക്ക് ഒന്ന് ഇത് തരാം. പിന്നെ ഈ പെരിമെനോപോസൽ സ്റ്റേജിൽ സെൻസിറ്റിവിറ്റി ടുവേർഡ്സ് ടച്ച്, സൗണ്ട്, ലൈറ്റ് ഇങ്ങനെയൊക്കെയുള്ള സംഭവം കൂടി വരാറുണ്ട് കേട്ടോ. അപ്പം ചിലപ്പം നമ്മൾ ടച്ച് ചെയ്ത് നമുക്ക് ഭ്രാന്ത് പിടിക്കും. അപ്പം മറ്റ് ആൾ അതെടുക്കുന്നത് ഇവൾക്ക് എന്നെ ഇഷ്ടമല്ല എന്നുള്ള രീതിയിലായിരിക്കും. പക്ഷെ അതല്ല സത്യം. സത്യത്തിൽ ഇത് നമുക്ക് അതിനോടൊരു സെൻസിറ്റിവിറ്റി വരുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കമ്മ്യൂണിക്കേഷൻ ഈസ് ദ കീ. കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ശരിയാക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവും ഈ ഭൂമി മലയാളത്തിലില്ല. അത് പറയുമ്പോൾ ഒരിക്കലും നമ്മൾ കാമായിട്ടുള്ള സിറ്റുവേഷനിൽ അല്ലാതെ പറയരുത്. പക്ഷെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ പറയില്ല കാര്യം. പല കാര്യം പറയാത്ത ഒരു ഫൈറ്റ് ആവുമെന്ന് പേടിച്ചിട്ടാണ്. അതെ. പക്ഷെ എന്താ സംഭവിക്കുകയെന്നറിയോ, ഇത് മനസ്സിൽ വെച്ച് ഫൈറ്റ് ആവുമോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ബ്രിക്ക് ബൈ ബ്രിക്കായിട്ട് ഇങ്ങനെ വെച്ച് ഒരു ദിവസം ഇത് പൊട്ടി തെറിക്കും. ബ്രിക്ക് അങ്ങനെ തന്നെ പൊട്ടി തീരും. അപ്പം ആർഗ്യുമെന്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഇതൊക്കെ വിളിച്ചു പറയും. മുന്നത്തെ എല്ലാം നമ്മളെടുത്ത് വിളിച്ചു പറയും. അതിനേക്കാൾ നല്ലത് ചെറുതായിട്ടുണ്ടാകുമ്പോൾ തന്നെ സൂചിപ്പിച്ചാൽ മതിയായിരുന്നു. അതവിടെ തീർത്തിട്ട് അടുത്ത പ്രശ്നം നമുക്ക് എടുത്താൽ മതിയായിരുന്നു. പക്ഷെ അത് പല മനുഷ്യർക്ക് അറിയില്ല എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്ന്. ടോൺ എങ്ങനെയാണ് നമ്മൾ സംസാരിക്കുമ്പോൾ ടോൺ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. അതായത് ഡ എന്ന് പറയുന്നതിനേക്കാളും
ദാ എന്ന് പറയുന്നതുണ്ടല്ലോ, അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടും ഒരേ വേർഡാണ്. അതെ അതെ പക്ഷെ എങ്ങനെയാണ് അത് ഡിഫറെൻ്റ് ആവുന്നത് എന്നുള്ളത് അന്ന് പല മനുഷ്യർക്ക് അറിവില്ലായ്മ കൊണ്ടാണ്. ഇതൊന്നും ആരും ആരെയും അറിഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടിക്കണം എന്ന് വിചാരിച്ചിട്ടൊന്നും ചെയ്യുന്നില്ല. പ്രത്യേകിച്ചിട്ട് പാർട്ട്നേഴ്സ്, ഹസ്ബൻഡ് വൈഫിനെയും ചെയ്യുന്നില്ല, വൈഫ് ഹസ്ബൻഡിനെയും ചെയ്യുന്നില്ല. ജസ്റ്റ് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. അവൾക്ക് എന്നോട് എന്തോ ഒരു ദേഷ്യമുണ്ടെന്ന് നമുക്ക് ഹസ്ബൻഡിന് തോന്നുന്നു, ഹസ്ബൻഡിന് എന്നോട് എന്തോ ഒരു ദേഷ്യമുണ്ടെന്ന് നമുക്ക് തോന്നുന്നു. എന്നിട്ട് നമ്മൾ വെറുതെ ആ ഊഹാപോഹത്തിൻ്റെ ഇടയിൽ പോയി വെറുതെ തല്ലുണ്ടാക്കുന്നു. അങ്ങനെയാണ് പൊതുവെ സംഭവിക്കാറ്. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ അങ്ങനെ സംഭവിക്കാൻ പറ്റാത്ത സ്ഥലത്തിരുന്നിട്ട് ഡിസ്കഷൻ ചെയ്യുക. ഡിസ്കഷൻ ആവണം, അത് ആർഗ്യുമെൻറ്റിലേക്ക് പോകരുത്. അത് ശ്രദ്ധിക്കണം. എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ നിങ്ങൾ ചെയ്യാത്തത് കൊണ്ട് ഒരിക്കലും പറയരുത്, എനിക്കിങ്ങനെയാണ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയേണ്ടത്. അങ്ങനെ നല്ല ഭംഗിയായിട്ട് ഈ ഒരു കോൺവെർസേഷൻ കൊണ്ടുപോകാൻ പറ്റുവാണെങ്കിൽ വളരെ നന്നായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിപ്പോൾ ഒരു പാർട്ട് ഓഫ് ഏജിങ് കൂടിയാണല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്നൊക്കെ പറയും. പക്ഷേ എനിക്ക് തോന്നാറുണ്ട് അത് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ലെയിം ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആക്ച്വലി ഇങ്ങനെ ഏജിങ്ങിൽ വളരെ ചില ആൾക്കാരൊക്കെ പറയും ഒരു സ്വിച്ച് ഗോട്ട് സ്വിച്ച്ഡ് ഓഫ് അറ്റ് ദാറ്റ് പോയിന്റ് ആൻഡ് ഐ ഫെൽറ്റ് വെരി ഫ്രീ ലിബറൽ എന്നൊക്കെ പറയാറുണ്ട്. 40s അങ്ങനെയാണ് നമ്മൾ, വി ആർ നോട്ട് ബോതേർഡ് അബൌട്ട് വാട്ട് അതേഴ്സ് ആർ തിങ്കിങ്. ആൾക്കാരെന്തും പറഞ്ഞോട്ടെ നമ്മൾ വിചാരിക്കും, നമ്മൾ കുറേ ഫ്രീ ആവും, നമ്മൾ കുറേ സ്ട്രിങ്സ് പോവും എന്നൊക്കെ. ശരിക്കും അത് മോസ്റ്റ് ഓഫ് ദ വിമനിൽ അങ്ങനെ തന്നെയാണോ സംഭവിക്കുന്നത്, അതോ ഏജിങ് ശരിക്കും ഒരു നെഗറ്റീവ്, അതായത് ഐ എം ഗെറ്റിംഗ്, എനിക്ക് പ്രായമാവാണ്, എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ, അല്ലെങ്കിൽ ഞാൻ അട്രാക്റ്റീവ് അല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൻ്റെ ഒരു പ്രൈം പീരീഡ് കഴിയാണ്, അങ്ങനത്തെ ഫീലിംഗ് ആണോ വരുന്നത്, അതോ മോർ ഓഫ് ഒരു ഐ എം ഫ്രീ എന്നുള്ള ഫീലിംഗ് ആണോ യൂഷ്വലി വരുന്നത്? ഡിപ്പെൻസ് അപ്പോൺ പേഴ്സൺ ടു പേഴ്സൺ. ഇപ്പോൾ നല്ല സുഹൃത്തുക്കളും നല്ല ചിന്തകളും നല്ല വായനയും നല്ല ചുറ്റുപാടുമുള്ള ഒരു സ്ത്രീ, ഇതിനോട് ഒരു അനുബന്ധിച്ചിട്ട് പൈസ വരുന്നില്ല കേട്ടോ. ഞാൻ പറയണത് നല്ല സുഹൃത്തുക്കളും പൈസൻ്റെ കാര്യം ഇതിൽ വരുന്നതേ ഇല്ല. നല്ല ചിന്താഗതിയും നല്ല വായനയൊക്കെയുള്ള ഒരു സ്ത്രീയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടാണ് കാര്യങ്ങൾ ഉണ്ടാവുക. അതേസമയം അയ്യോ എൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയല്ലോ, പല മനുഷ്യർക്കും നമുക്ക് തന്നെ നമ്മളെ മനസ്സിലാവാത്ത സമയത്ത് നമുക്ക് തോന്നുന്നു ഞാൻ ട്രാപ്പായിപ്പോയി എന്നാണ്. നമുക്ക് എത്രയോ സ്നേഹം ഉണ്ടാവും നമ്മുടെ മക്കളോടും നമ്മുടെ ഹസ്ബൻഡിനോടും ഒക്കെ. പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് നമ്മളെ മനസ്സിലാവാതെ അപ്പം നമ്മൾ വിചാരിക്കും ഞാൻ പെട്ടുപോയി എന്നാ. മനസ്സിലാവാത്തൊരവസ്ഥയാണ്, വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ആ സമയത്ത് കടന്നു പോവുക. അപ്പോൾ അങ്ങനെ ട്രാപ്ഡായി പോയി എന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ ഏതു നേരവും പണിയെടുത്ത് ക്ഷീണം വന്ന് വല്ലാണ്ട് ബുദ്ധിമുട്ടുന്ന, പിന്നെ ഹസ്ബൻഡിൻ്റെ യാതൊരു സപ്പോർട്ടും വീട്ടുകാരുടെ യാതൊരു സപ്പോർട്ടും സ്നേഹവും അനുഭവിക്കാൻ യോഗമില്ലാത്ത, മക്കൾ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്ന് തോന്നുന്ന, ഞാൻ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ കുട്ടികൾ വരുന്നില്ല എന്നൊക്കെ തോന്നുന്ന സ്ത്രീകളാണെങ്കിൽ ചിലപ്പോൾ മറ്റേ ഭാഗത്തേക്ക് പോകാം, പെസിമിസ്റ്റിക് ആയിട്ടും പോകാം. ശരിക്കും നമ്മുടെ പ്രായം നമ്പറാണോ എന്ന് ചോദിച്ചാൽ എഴുതുമ്പോൾ ഒരു നമ്പറാണ്, പക്ഷെ ബോഡി കീപ്സ് സ്കോർ. നമ്മൾ ജീവിതത്തിൽ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ അത് മുഴുവൻ നമ്മൾ മറ്റു മനുഷ്യരോട് തുറന്നു പറയാതെ വിഴുങ്ങി ജീവിക്കുമ്പോൾ ബോഡി ഫുള്ള് ട്രോമ സ്റ്റോർ ചെയ്യാണ് ചെയ്യണത്. ഓക്കെ, അത് തുറന്ന് പറയാൻ സ്പേസ് ഉള്ള ഒരാൾക്ക്, അതിന് ഒന്നും മടിയില്ലാതെ സുഹൃത്തുക്കളോടും തെറപ്പിസ്റ്റിനോടും ഒക്കെ പറയാൻ പറ്റുന്ന ഒരാൾക്ക് ഇത് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇത്രയധികം ബുദ്ധിമുട്ടുകളൊന്നും ചിലപ്പം വന്നു എന്ന് വരില്ല. ഇപ്പം പെരിമെനോപോസൽ സ്റ്റേജിനോടൊപ്പം വരുന്ന അസുഖം തന്നെയാണ് ഫൈബ്രോമയാൾജിയ എന്ന് പറയുന്നത്. അത് വളരെ റെയറായിട്ട് പുരുഷന്മാരിൽ ഉണ്ടാവാറുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ പൂജാ ഭട്ടിൻ്റെ മഹേഷ് ഭട്ടിൻ്റെ ബ്രദർ മുകേഷ് ഭട്ടിന് ഫൈബ്രോമയാൾജിയ ഉണ്ടായിട്ട് പുള്ളിക്കാരന് അതിനെക്കുറിച്ചിട്ട് പുസ്തകം എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം 40s നമ്മൾ ലിബറേറ്റഡ് ആവുകയാണോ ചെയ്യുന്നത്, അല്ല ഇമോഷണൽ ആവുകയാണോ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇമോഷണൽ ആകുമ്പം ഫിയറും കൺഫ്യൂഷനൊക്കെയാണ് നമുക്ക് ഉണ്ടാവുക. നമ്മൾ ലിബറേറ്റഡ് ആകുമ്പോൾ, അല്ലെങ്കിൽ അവേക്കനിങ് സ്റ്റേജിലെത്തുമ്പോൾ ഇതൊക്കെ ഉണ്ടാവും, പക്ഷേ ഐ ക്യാൻ ഹാൻഡിൽ മൈസെൽഫ്
എന്നൊരു തോന്നലാണ് നമുക്കുണ്ടാവുക. ഇത് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, എനിക്ക് ഹെൽപ്പ് ചോദിക്കാൻ പറ്റും, എനിക്ക് വേണ്ട കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇത്രയധികം നഷ്ടം, കാശിൻ്റെ നഷ്ടമൊക്കെ ഉണ്ടായി പോയി കഴിഞ്ഞാൽ മറ്റു ഭാഗത്താണെങ്കിൽ ഭയങ്കര ടെൻഷനായിരിക്കും. അയ്യോ ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന മനുഷ്യരുണ്ടാവാം. പക്ഷെ ഒരു വേക്കൻ്റ് ആയിട്ടുള്ള, ഒരു ലിബറേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണെങ്കിൽ ചിന്തിക്കുക, ഇതും ഇതിനപ്പുറവും നടക്കും ഞാൻ വിചാരിച്ചാൽ. ഞാനൊന്ന് ഇറങ്ങി പണിയെടുത്ത് കഴിഞ്ഞാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല എന്നുള്ള ആ ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള മെൻറ്റാലിറ്റിയോട് കൂടിയിട്ട് പോകാൻ പറ്റുന്ന സ്ത്രീകളുമുണ്ട്. അത് ഹൈ ഫങ്ഷനിങ് ഡിപ്രഷനുള്ള ആൾക്കാരാണെങ്കിൽ പോലും അവരെ കൊണ്ട് പറ്റും. ഗെറ്റ് ഇറ്റ്? അപ്പോൾ എത്ര ബുദ്ധിമുട്ടുകളിലൂടെ പോകുന്ന ആൾക്കാരാണെങ്കിൽ പോലും നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർ നമ്മളോട് എംപത്തറ്റിക് ആയിട്ട് നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുമാണ് നമ്മളോടൊപ്പം ഉണ്ടാവുന്നത് എങ്കിൽ രക്ഷപ്പെട്ടു. അതൊരു ബ്ലെസ്സിങ്ങാണ്. നല്ലൊരു പാർട്ട്ണർ എന്ന് പറയുന്നത്, നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവുക എന്ന് പറയുന്നത്, നല്ല ബന്ധുക്കൾ ഉണ്ടാവുക എന്ന് പറയുന്നത്, ഇതൊക്കെ ഒരു ബ്ലെസ്സിങ്ങാണ്. അപ്പോൾ ബ്ലെസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ അത്. എനിക്കതില്ല എന്ന് വിചാരിക്കേണ്ട. യു ക്യാൻ ഓൾസോ ഹാവ് ദാറ്റ്, പ്രൊവൈഡഡ് യു ഹാവ് ടു നോ ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് ബെറ്റർ. നന്നായിട്ട് സംസാരിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് നമ്മൾ നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബക്കാരോടും നമ്മുടെ വീട്ടുകാരോടും ബ്രദേഴ്സിനോടും സിസ്റ്റേഴ്സിനോടും ഒക്കെ സംസാരിക്കുന്നത് എങ്കിൽ എല്ലാ മനുഷ്യരും നമ്മളോടൊപ്പം ഉണ്ടാവും. അതല്ല എങ്കിൽ അങ്ങനെയല്ല ഉണ്ടാവും. അല്ല